കോഴിക്കോട്ടെ ബസ്സുടമകളുടെയും ജീവനക്കാരുടെയും ദുരിതയാത്ര തുടരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡും മോട്ടോർ വാഹന വകുപ്പിന്റെ അമിത പിഴയും കാരണം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് ബസ്സുടമകൾ. പ്രശ്നം പലതവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചെങ്കിലും ഇതുവരെയും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള സാഹസിക യാത്രയിൽ പലപ്പോഴും സമയം കൃത്യമായി പാലിക്കാൻ ബസ്സുകൾക്ക് കഴിയാറില്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റ് ബസ് ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടേണ്ടെന്ന് കരുതി ട്രിപ്പ് മുടക്കും. അത്തരം സന്ദർഭങ്ങളിൽ ബസ്സുകൾ ഗതാഗത തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തിയിട്ടാൽ മോട്ടോർ വാഹന വകുപ്പും ട്രാഫിക് പോലീസും ഭീമമായ പിഴ ഈടാക്കുകയാണെന്നാണ് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രധാന ആരോപണം. റോഡിലെ കുണ്ടും കുഴിയും കാരണം മഴ കാരണം കൊണ്ടും കൃത്യമായിട്ട് ട്രിപ്പ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ട്രിപ്പ് എടുക്കാൻ പറ്റാത്ത ചില ബസ്സുകൾ എവിടെയെങ്കിലും ഒഴിഞ്ഞ മേഖലയിൽ കൊണ്ടുപോയി ബസ് നിർത്തിവെക്കുമ്പോൾ അതിന് ഒളിഞ്ഞും മറിഞ്ഞും നിന്നുകൊണ്ട് ഈ RTO ഓഫീസിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ക്യാമറയിൽ പതിച്ചിട്ട് ഈ ചെലാനെന്ന് പറഞ്ഞ് പൈസ അടപ്പിക്കുകയാണ്. PCC സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയത് കാരണം മതിയായ ജീവനക്കാരെ കിട്ടാനില്ലെന്നും പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പ്രൈവറ്റ് ബസ് മേഖല നാശത്തിന്റെ വക്കിലാണെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഈ മേഖലകളിലേക്ക് തൊഴിലാളികൾ കടന്നു വരുന്നില്ല. കാരണം ഇവിടെ ജനിച്ച് വളർന്ന ആളുകൾക്ക് പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ അധികൃതർ പറയുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജിലും കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടികളെ കൺസെഷൻ ചാർജ് ₹1 എന്നുള്ളത് ഇന്നേ വരെ അതിനൊരു വർധനവുണ്ടായിട്ടില്ല. 92 കുട്ടികൾ കയറി ₹92 കിട്ടിയാൽ മാത്രമേ 1 ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റുള്ളൂ. ഈ ഭരിക്കുന്ന ഗവൺമെൻറ് 2 കമ്മീഷൻ വെച്ച് 2 കമ്മീഷനും ഈ വ്യവസായം നിലനിർത്തണമെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്. പ്രശ്നങ്ങളെല്ലാം പലതവണ അധികാരികളെ അറിയിച്ചെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായില്ല. ഇനിയും ഈ അവസ്ഥ തന്നെ തുടരുകയാണെങ്കിൽ സർവീസ് നിർത്തേണ്ടി വരുമെന്നാണ് അസോസിയേഷൻ പറയുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.